സരൂട്ട് ഭാരത്. നമ്മളോടൊപ്പം BJP വക്താവ് അഡ്വക്കേറ്റ് ജയസൂര്യനാണ്. സാർ സ്വാഗതം. നമസ്കാരം സാർ. സോഷ്യൽ മീഡിയയിലും പിന്നെ മറ്റു ചില ആൾക്കാരുമൊക്കെ നിരന്തരമായി ചോദിക്കുന്നു, ഇറാൻ അമേരിക്ക യുദ്ധം തീർന്നതെന്ന് ഇവിടെ ആരും അറിഞ്ഞില്ലേ? ക്രൂഡ് ഓയിൽ വില വിപണിയിൽ ഏതാണ്ട് $72 താന്നു, പെട്രോൾ ഡീസലിൻ്റെ വില കുറയുന്നില്ല, വിശദീകരിക്കണം. കേൾക്കുമ്പോൾ വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ശരിയല്ലേ? പെട്രോളിയം ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞു, പക്ഷേ നമ്മളിവിടെ കുറയ്ക്കുന്നില്ല. പക്ഷെ ഇതിനൊരു പശ്ചാത്തലമുണ്ട്, അത് നമ്മൾ ആരും ചർച്ച ചെയ്യുന്നില്ല. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ലോകത്തെ മറ്റു രാജ്യങ്ങളെ പോലെ ഒരു ചെറിയ ഭാഗമല്ല. ഇപ്പൊ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ ജനസംഖ്യ എടുത്താൽ ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ 2 സംസ്ഥാനങ്ങളുടെ ജനസംഖ്യക്ക് തുല്യമാണ്. അതായത് ഉത്തർപ്രദേശിന്റെയും ബീഹാറിന്റെയും ജനസംഖ്യ ഒന്നിച്ചു കൂട്ടിയാൽ ഒരു അമേരിക്കയുടെ ജനസംഖ്യയായി. അതുപോലെ വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, യൂറോപ്പ് അടക്കം ഒരു 4 മഹാഭൂഖണ്ഡങ്ങളിലെ മുഴുവൻ രാജ്യങ്ങളുടെ ജനസംഖ്യ ഒന്നിച്ചു കൂട്ടിയാൽ ഒരു ഇന്ത്യൻ ജനസംഖ്യക്ക് ഒപ്പമാണ്. ഇന്ത്യയിൽ ഒരു ദിവസം ഉണ്ടാകുന്ന കുട്ടികളുടെ എണ്ണമാണ് ആസ്ട്രേലിയയുടെ ആകെ ജനസംഖ്യ. ഞാൻ ഇത്രയും വിശദമായിട്ട് പറയാൻ കാര്യം, അല്ല, ഏതാണ്ട് 147 കോടി വരുന്ന ജനസംഖ്യ, ലോകത്തെ ഏറ്റവും നമ്പർ 1 ജനസംഖ്യയുടെ കാര്യത്തിൽ ഇപ്പൊ ഇന്ത്യയാണ് ഒന്നാണ്, നമ്പർ 1 ആണ്. അതെ. അപ്പോൾ ഈ ഗൾഫ് യുദ്ധം എന്ന് പറയുന്ന ഇറാന്റെ യുദ്ധം എന്ന് പറയുന്നത്, അമേരിക്കയും ഇറാനും തമ്മിൽ തന്നെ യുദ്ധം നടത്തിയത് 110 ദിവസമാണ്. 110 ദിവസം എന്ന് പറയുമ്പോൾ ഏതാണ്ട് 4 മാസക്കാലം നീണ്ടു നിന്നു. ഈ 4 മാസക്കാലം നീണ്ടു നിന്ന യുദ്ധത്തിന്റെ സമയത്ത് ബാക്കി എല്ലാ രാജ്യങ്ങളിലും യുദ്ധത്തിന്റെ ആദ്യത്തെ 1 മാസത്തിനുള്ളിൽ പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചു. പക്ഷെ ഇന്ത്യ 3 മാസക്കാലം പിടിച്ചു നിന്നു. ആദ്യത്തെ 3 മാസക്കാലം ക്രൂഡ് ഓയിലിന്റെ വില 100-150 വരെ പൊങ്ങിയപ്പോ ഇവിടെ പെട്രോൾ ഡീസൽ വില കൂട്ടിയില്ല. അന്ന് ആരും ചോദിച്ചില്ല, ക്രൂഡ് ഓയിൽ വില $150, ഒരു ബാരലിന് 150 ആയില്ല, എന്നാ ഇവിടെ പെട്രോളിന്റെ ഡീസലിന്റെ വില കൂട്ടാത്തെ എന്ന് ആരും ചോദിച്ചില്ല. ഈ പറയുന്ന കക്ഷികളാരും അന്ന് ചോദിച്ചില്ല. പക്ഷെ കുറഞ്ഞപ്പോ അപ്പൊ തന്നെ ചോദിച്ചു, എന്താ കുറയ്ക്കാത്തെ എന്ന്. എന്തായാലും ചോദ്യം വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പറയാനൊരു അവസരം കിട്ടിയല്ലോ. ഇന്ത്യയില് കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് ഞങ്ങൾ ഇങ്ങനെയൊന്നും അല്ല പെരുമാറിയിരുന്നത്. ഞങ്ങൾ അന്താരാഷ്ട്ര രംഗത്ത് വില കൂടുമ്പോഴും, അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില കൂടുമ്പോഴും ആ ഭാരം ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ചില്ല എന്നാണല്ലോ ഇപ്പൊ കോൺഗ്രസ് പറയുന്നത്. പക്ഷെ അതിന്റെ കണക്കുകൂടി പറയാം. അതിന്റെ കണക്കെന്ന് പറയുന്നത് 1,48,000 കോടി, അതായത് 1,48,000 കോടി രൂപയാണ് അന്ന് മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഈ ഓയിൽ കമ്പനികൾക്ക് നഷ്ടം വന്നത്. ഈ ഓയിൽ കമ്പനിക്ക് നഷ്ടം വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് ഈ ഓയിൽ കമ്പനി വേറെ ആരാണ്ടാണ്. ഈ ഓയിൽ കമ്പനി എന്ന് പറയുന്നത് സർക്കാരാണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ സർക്കാരിന്റെയാണ്. ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഭാരത് പെട്രോളിയം സർക്കാരിൻ്റെതാണ്. അങ്ങനെയുള്ള നമ്മുടെ ഓയിൽ കമ്പനികളെ മാറ്റി നിർത്തിയാൽ സ്വകാര്യ മേഖലയിലുള്ള കമ്പനികൾ, അതായത് ഇപ്പോ ജിയോ ഉണ്ട്, അത് അംബാനിയുടെ ജിയോ ഉണ്ട്, അതുപോലെ നയാര ഉണ്ട്. ഈ നയാരയും ജിയോയും അടക്കമുള്ള സ്വകാര്യ മേഖലയിലെ കമ്പനികളെ എല്ലാം കൂടെ കൂട്ടിയാൽ പോലും ഇന്ത്യയിലെ ആകെ പെട്രോൾ ഡീസൽ മാർക്കറ്റിന്റെ 6% വരുന്നുള്ളൂ. ബാക്കി വരുന്ന 94% ഗവൺമെന്റ് കമ്പനികളാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഈ ഗവൺമെന്റ് കമ്പനികൾ ഈ നഷ്ടമുണ്ടായ കാലത്ത്, മൻമോഹൻ സിംഗിന്റെ കാലത്ത്, കോൺഗ്രസിന്റെ കാലത്ത് അവർ ചെയ്തത്, ഈ നഷ്ടം നികത്താൻ വേണ്ടി ജനങ്ങൾ അറിയണ്ട, നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, ഓയിൽ ബോണ്ടുകൾ പുറപ്പെടുവിച്ചോളൂ എന്ന് പറഞ്ഞാൽ കടപ്പത്രം, മലയാളത്തിൽ പറഞ്ഞാൽ കടപ്പത്രം പുറപ്പെടുവിച്ചിട്ട് കടമെടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ കടമെടുത്തതാണ് 1,48,000 കോടി രൂപ. ആ കടം മേടിച്ച പൈസ കൊണ്ടാണ് അന്ന് വില വർധനവിനെ തടഞ്ഞു നിർത്തിയത്. അപ്പോ അതിന്റെ ഫലം എന്താണ്? ഈ കടം തിരിച്ചടയ്ക്കണം. ഈ കടം തിരിച്ചടയ്ക്കേണ്ട സമയമായപ്പോ 1,48,000 കോടി രൂപ പലിശയടക്കം തിരിച്ചടക്കണമല്ലോ. അങ്ങനെ തിരിച്ചടയ്ക്കുമ്പോ അത് 4,20,000 കോടി രൂപയായിട്ട് വർദ്ധിച്ചു. അപ്പൊ 1,48,000 കോടി രൂപ കടമെടുത്തത് 4,20,000 കോടി രൂപയായിട്ട് തിരിച്ചടയ്ക്കേണ്ട സമയം വന്നപ്പോ കോൺഗ്രസ്സുകാർ ഭരണത്തിലില്ല, നരേന്ദ്രമോദിയാണ് ഭരിക്കുന്നത്. ആ നരേന്ദ്രമോദി ഗവൺമെന്റ് ആ കടം തിരിച്ചടച്ച് തീരുന്നത് നമ്മളിപ്പോ സംസാരിക്കുന്ന ഈ 2026 കൊണ്ടാണ്. അപ്പൊ കടം തിരിച്ചടച്ചുകൊണ്ടിരിക്കുകയാണ്. 4,20,000 കോടി രൂപ തിരിച്ചടച്ചു എന്ന് മാത്രമല്ല,
നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ പെട്രോൾ ഡീസൽ വിൽപ്പനക്കാരായി മാറുകയും ചെയ്തു. അത് മറ്റൊരു വശമാണ്. അതായത് നമ്മൾ എങ്ങനെ തിരിച്ചടച്ചത്? നമുക്ക് എവിടുന്ന പൈസ കിട്ടിയത്? നമുക്ക് ആകെയുള്ള പെട്രോളിയം ഇറക്കുമതി എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ആവശ്യത്തിന്റെ 85% നമ്മൾ ഇറക്കുമതി ചെയ്യാണ്. 15% മാത്രമേ നമ്മൾ കുഴിച്ചെടുക്കുന്നുള്ളൂ, നമ്മുടെ കയ്യിലുള്ളൂ. കാരണം ഇത് എല്ലായിടത്തും കുഴിച്ചാൽ കിട്ടുന്ന സാധനമല്ല, ഉണ്ടെങ്കിലേ എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്തത് എന്താണ്? നമ്മൾ ഈ വൻതോതിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്ത് ലോകത്തെ ഏറ്റവും വലിയ റിഫൈനറികളായിട്ടുള്ള നമ്മുടെ റിഫൈനറികളിൽ ശുദ്ധീകരിച്ച് 50-ലധികം രാജ്യങ്ങളിൽ ഡീസൽ, പെട്രോൾ, ഹൈസ്പീഡ് ഡീസൽ ഓയിൽ, അതായത് വിമാനം പറപ്പിക്കാനുള്ള ഇന്ധനം നമ്മൾ വിറ്റു. കിട്ടിയ പണം കൊണ്ടാണ് ഈ 4,20,000 കോടി രൂപ നമ്മൾ തിരിച്ചടച്ചത്. അങ്ങനെ തിരിച്ചടയ്ക്കുമ്പോൾ ലോകത്തിന്റെ ബാക്കി വരുന്ന 97 രാജ്യങ്ങളുടെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമായ ഇന്ത്യൻ ജനസംഖ്യ എന്ന് പറയുന്ന ഈ വലിയ രാഷ്ട്രത്തിന്റെ സാമ്പത്തിക ബാധ്യതകളെ പരിപൂർണമായിട്ടും പരിഹരിച്ചതിന് ശേഷമാണ് നമ്മൾ 3 മാസക്കാലം വില വർധനവില്ലാതെ പിടിച്ചു നിന്നത്. 3 മാസം വില വർദ്ധിപ്പിച്ചില്ല. അപ്പോൾ അവിടെയും ഈ പൈസ അടയ്ക്കണമല്ലോ, ഓയിൽ കമ്പനിക്ക് പൈസ കൊടുക്കണമല്ലോ. അങ്ങനെ കൊടുത്തിട്ടാണ് പിടിച്ചു നിന്നത്. അവസാനം 4-ാമത്തെ മാസത്തിലേക്ക് കടന്നപ്പോഴാണ് വേറെ യാതൊരു ഗത്യന്തരവും ഇല്ലാതെ വില വർദ്ധിപ്പിച്ചത്. ഇനി വില വർദ്ധിപ്പിച്ചപ്പോൾ തന്നെ നോക്കൂ, ഇന്ത്യയിലെ വില വർധനം ഉണ്ടായത് 3% മുതൽ 4% വരെ മാത്രമാണ്. മറ്റ് രാജ്യങ്ങളിൽ, അമേരിക്കയിൽ പോലും 40% വില വർധനവുണ്ടായി. യൂറോപ്പിൽ 40 മുതൽ 50% വരെ വില വർധനവുണ്ടായി. നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന പാകിസ്ഥാന്, ബംഗ്ലാദേശ്, അതുപോലെയുള്ള ശ്രീലങ്ക അടക്കമുള്ള 400% വരെ വില വർധനവുണ്ടായി. പക്ഷെ ഇവിടെ 3 മുതൽ 4% വരെ. അല്ല, ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞ് നമ്മൾ പോകണം സാർ. കാര്യം പാകിസ്ഥാനിൽ 72 രൂപ കുറച്ചതൊക്കെ ഇവിടെ വലിയ വാർത്തയായിട്ടുണ്ട്. അത് തന്നെ. പാകിസ്ഥാനില് വില കുറച്ചു 72 ആക്കി എന്ന് പറയുന്നത് ഇവിടെ വലിയ വാർത്തയാണ്. പക്ഷെ അതിന് മുമ്പ്, വില കുറയ്ക്കുന്നതിന് മുമ്പ് എത്രയായിരുന്നു? 272 രൂപ വരെ വർദ്ധിച്ചിരുന്നു. ഡീസലിന്, പെട്രോളിന് 272 രൂപ വരെ പാകിസ്ഥാനിൽ വർദ്ധിച്ചപ്പോൾ പാകിസ്ഥാനിൽ വില കുറയുന്നു എന്ന് പറയുമ്പോൾ പാകിസ്ഥാനിൽ വില ഉയരുന്നു എന്നാരും പറഞ്ഞില്ല. അതായത് 272 രൂപ വരെ പാകിസ്ഥാനിൽ പെട്രോൾ, ഡീസൽ വില ഉയർന്നപ്പോൾ അത് വാർത്തയായില്ല, ആരും ചർച്ചയായില്ല. പാകിസ്ഥാനിൽ മാത്രമല്ലല്ലോ, നമ്മുടെ തൊട്ടടുത്ത എല്ലാ രാജ്യങ്ങളിലും, അത് ബംഗ്ലാദേശ് ആണെങ്കിലും അത് ശ്രീലങ്ക ആണെങ്കിലും, ഇനി എണ്ണ ഉൽപാദക രാജ്യങ്ങളായിട്ടുള്ള സൗദി അറേബ്യ, ഒമാൻ, ഖത്തർ, UAE, കുവൈറ്റ്, ബഹ്റൈൻ, ഇങ്ങനെയുള്ള ആ GCC രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ ഒപ്പക് രാജ്യങ്ങൾ, ഇവിടെ പോലും വില ഉയർന്നിട്ടുണ്ട്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ആ കൂട്ടത്തിൽ ഈ പാകിസ്ഥാനും ബംഗ്ലാദേശ് അടക്കമുള്ള ചില രാജ്യങ്ങളിൽ ജോലി സമയം പോലും ക്രമീകരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. ആഴ്ച 7 ദിവസം എന്നുള്ളത് 5 ദിവസമൊക്കെ ആയിട്ടൊക്കെ കുറച്ചൊരു ചരിത്രം വരെ ഉണ്ട്. തീർച്ചയായിട്ടും ജോലി സമയം ക്രമീകരിക്കേണ്ടി വന്നു എന്ന് മാത്രമല്ല, റേഷൻ സമ്പ്രദായം ഏർപ്പെടുത്തുകയുണ്ടായി. ഈ പറഞ്ഞ പല രാജ്യങ്ങളിലും പെട്രോൾ ഇത്ര അടിക്കാൻ പറ്റൂ, ഡീസൽ ഇത്ര അടിക്കാൻ പറ്റൂ എന്നുള്ള റേഷനിങ് സംവിധാനം ഉണ്ടായി. പിന്നെ വാഹനങ്ങളുടെ ഉപയോഗം നിയന്ത്രിച്ച രാജ്യങ്ങളുണ്ട്. ഓഫീസുമാര് തന്നെ ഫാക്ടറികളുടെ സമയം ക്രമീകരിച്ച രാജ്യങ്ങളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ സംഭവം ഒന്നും ഇന്ത്യയിൽ അറിഞ്ഞു പോലും ഇല്ല. ഇവിടെ നമ്മൾ ഓഫീസ് സമയം മാറ്റിയില്ല, ഫാക്ടറി സമയം മാറ്റിയില്ല, ഇവിടെ നമ്മൾ പെട്രോൾ, ഡീസൽ വില റേഷനിങ് ഏർപ്പെടുത്തിയില്ല. അതുപോലെ യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാതെ സ്വാഭാവികമായും രാജ്യം എങ്ങനെ മുന്നോട്ട് പോയി, അതുപോലെ തന്നെ മുന്നോട്ട് പോയി. ഒരുപക്ഷെ ലോകത്ത് സ്വാഭാവികമായും രാജ്യം മുന്നോട്ട് പോയതുപോലെ മുന്നോട്ട് പോയ ആ ക്രൈസിസിനെ ഇത്ര സമർത്ഥമായിട്ട് അതിജീവിച്ച ഒരേ ഒരു രാജ്യം ഭാരതമാണ്. അത് ഞാൻ ആത്മവിശ്വാസത്തോടെ പറയാൻ കാരണം, നമ്മുടെ കയ്യിൽ അത്രമാത്രം ക്രൂഡ് ഓയിൽ റിസർവ് ഉണ്ട്. ഈ റിസർവ് എന്ന് പറയുന്നത് 2 തരത്തിലാണ്. ഒന്ന്, ഇന്ത്യക്കകത്തുള്ള കമ്പനികൾ, സ്വകാര്യ കമ്പനികളും ഗവൺമെന്റ് കമ്പനികളും ലോകത്തെ ഏറ്റവും വലിയ എണ്ണ വിൽപ്പനക്കാരാണ്. നമ്മൾ ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ പട്ടിക പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ റഷ്യ ഉണ്ട്, അമേരിക്ക ഉണ്ട്, സൗദി അറേബ്യ ഉണ്ട്, നമ്മൾ പറഞ്ഞ ഒപ്പക് രാജ്യങ്ങളൊക്കെ ഉണ്ട്. അവരെണ്ണ, ക്രൂഡ് ഓയിൽ ഉൽപ്പാദക രാജ്യങ്ങളാണ്. പക്ഷെ ഡീസൽ വിൽക്കുന്ന രാജ്യം, പെട്രോൾ വിൽക്കുന്ന രാജ്യം, വിമാന ഇന്ധനം വിൽക്കുന്ന രാജ്യം, ലോകത്തെ ഏറ്റവും വലിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ നമ്പർ 1 ഭാരതമാണ്. അതിന്റെ കാരണം എന്താ? നമ്മൾ ക്രൂഡ് ഓയിൽ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് ശുദ്ധീകരിച്ച് അത് വില കൂടിയപ്പോൾ ലോക മാർക്കറ്റിലേക്ക് വിറ്റു. ഇപ്പൊ താങ്കൾ ഓർക്കുന്നുണ്ടാകും, ഇന്ത്യയിൽ ഒരു പ്രത്യേകതരം നിയമം വന്നു. ആ നിയമം ഇതായിരുന്നു: ഈ വില കൂട്ടി വിദേശത്തേക്ക് വിൽക്കുന്ന പെട്രോളിന്റെ, ഡീസലിന്റെ, ഹൈസ്പീഡ് ഡീസൽ ഓയിലിന്റെ ലാഭത്തിന്റെ ഇത്ര ശതമാനം സർക്കാരിന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള നിയമം കൊണ്ടുവന്ന ലോകത്തെ ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ്. എന്താ കാരണം? 40%, 50% വില കൂട്ടിയാണ്
ഇന്ത്യൻ കമ്പനികൾ ലോക രാജ്യങ്ങൾക്ക് പെട്രോളും ഡീസലും വിറ്റത്. ഈ സൗഭാഗ്യം ലോകത്ത് ഒരു രാജ്യത്തിനും ഉണ്ടായില്ല. അപ്പോൾ അത്രമാത്രം കരുതൽ നമ്മൾ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് 3 മുതൽ 4% വരെ മാത്രം വിലവർദ്ധനവിലും ഇന്ത്യ ഇപ്പൊ നിൽക്കുന്നത്. ഇനി മറ്റൊരു കാര്യമുണ്ട്, ഈ യുദ്ധം തീർന്നിട്ടില്ലല്ലോ. ഇപ്പൊ വെടിനിർത്തൽ വന്നു, യുദ്ധം അവസാനിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ഇപ്പോഴും ഇസ്രയേൽ യുദ്ധം തുടരുകയാണ്, ജോർദാനിൽ യുദ്ധം തുടരുകയാണ്. ഇസ്രയേലിന്റെയും ജോർദാന്റെയും പലസ്തീന്റെയും യുദ്ധമുഖം എപ്പോ വേണമെങ്കിലും ഇറാനിലേക്ക് വ്യാപിക്കാം. അങ്ങനെ വന്നാലോ ഈ യുദ്ധം തിരിച്ചു വരും. ഹോർമോസ് കടലെടുത്ത് വീണ്ടും അടയ്ക്കേണ്ടി വന്നാലോ? അപ്പോൾ ആ ക്രൈസിസിന്റെ ഒക്കെ മുൻകൂട്ടി കാണേണ്ട ചുമതലയും ബാധ്യതയും ഭാരതം പോലെയുള്ള ഒരു വലിയ രാജ്യത്തിനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ തരത്തിലുള്ള നടപടികൾ എടുത്ത് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് വില കുറയ്ക്കും എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. പക്ഷേ രാജ്യത്തിന്റെ ഊർജ പ്രതിസന്ധി ഉണ്ടാവാതെ ഊർജ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് മാത്രമുള്ള നടപടികൾ മാത്രമേ ഇന്ത്യ എടുക്കുള്ളൂ. 3-4% വിലവർദ്ധനവ് എന്നുള്ളത് രാജ്യം അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു വസ്തുതയാണ്. അതുകൊണ്ട് ഇവരെത്രമാത്രം ബഹളം വെച്ചാലും പിടിച്ചു കുലുക്കാൻ ശ്രമിച്ചാലും ഇന്ത്യൻ ജനത ഇന്ത്യയിലെ ഗവൺമെന്റിനോടൊപ്പം നിൽക്കുക തന്നെ ചെയ്യും. ആ ആത്മവിശ്വാസവും നമ്മുടെ ഭരണകൂടത്തിനുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് സാർ. കാര്യം ഈ മറ്റ് രാജ്യങ്ങളിൽ 200% വരെയൊക്കെ പെട്രോൾ ഡീസൽ വില വർധനവ് ഉണ്ടായപ്പോഴും ഇവിടെ എന്തുകൊണ്ട് വില കൂട്ടുന്നില്ല എന്ന് ചോദിക്കാൻ ആരും മുന്നോട്ട് വന്നില്ല. അപ്പോൾ അതേ ജനസമൂഹം തന്നെ ഇപ്പം ക്രൂഡ് ഓയിലിൻ്റെ വില ഇത്രയും കുറഞ്ഞിട്ട് എന്തുകൊണ്ട് വില കുറയ്ക്കുന്നില്ല? കാര്യം പൊതുജനത്തെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ നമ്മുടെ ഈ സാങ്കേതിക വിശദീകരണങ്ങളൊന്നും അവർക്ക് സ്വീകാര്യമാകില്ല, അല്ലെങ്കിൽ അതൊന്നും മനസ്സിലാക്കാനായിട്ടുള്ള ഒരു വിശാല മനസ്കതയൊന്നും ഉണ്ടായെന്ന് വരില്ല. സാധാരണക്കാർ ഇപ്പോഴും ചോദിക്കുന്നത് ഇത്രയും കുറഞ്ഞില്ലേ, ഞങ്ങളെ എന്തിനാണ് ഇങ്ങനെ പിഴിയുന്നത്? അപ്പോൾ ആ കാര്യത്തിൽ ഒരു അനുഭവപൂർവമായ സമീപനം ഉടനെ പ്രതീക്ഷിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും അനുഭവപൂർവമായ ഒരു സമീപനം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. അക്കാര്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ ഒരു അനുഭാവപൂർണമായ മാറ്റമായിരിക്കും വരാൻ പോകുന്നത്. ഞാനതിന്റെ വിശദാംശങ്ങൾ കൂടി വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. എഥനോൾ എന്ന് പറയുന്ന നമ്മുടെ ഊർജ സ്രോതസ് നമ്മൾ തുറന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ 15% മുതൽ 85% വരെ എഥനോൾ കലർത്തിയ പെട്രോൾ ഇന്ത്യയിൽ വിറ്റഴിക്കാൻ ഉള്ള എല്ലാ സംവിധാനങ്ങളും ആയിരിക്കുന്നു. മാത്രമല്ല ബദൽ ഊർജം, ഇപ്പൊ ഹൈഡ്രജൻ എന്നുള്ള നിലയിലാണെങ്കിലും സൗരോർജമാണെങ്കിലും എഥനോൾ ആണെങ്കിലും നമ്മൾ ഈ ഊർജ മേഖലയിലേക്ക് തുറന്നു കൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് അനുമതി നൽകിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിലവിലുള്ള ഡീസൽ പെട്രോൾ വില ഏതാണ്ട് 25 രൂപ വരെ താഴാനുള്ള സാധ്യതയാണ് നമ്മുടെ തൊട്ട് മുന്നിൽ എത്തിയിരിക്കുന്നത്. 3-4 രൂപ കൂടിയോ എന്നുള്ളതല്ല, 25 രൂപ വരെ താഴാനുള്ള സാധ്യതയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതനുസരിച്ച് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഓട്ടോമൊബൈൽ കമ്പനികളും അവരുടെ കാറുകൾ മുതൽ ട്രക്കുകൾ വരെയുള്ള യന്ത്രഭാഗങ്ങളിൽ മാറ്റം വരുത്താമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഡീസൽ പെട്രോൾ വിലയുള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറാൻ പോവുകയാണ്. അതുപോലെ ഡീസലിനും പെട്രോളിനും ബദലായിട്ട് ഇന്ധനങ്ങൾ കണ്ടുപിടിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന രാജ്യമായിട്ടും ഇന്ത്യ മാറാൻ പോവുകയാണ്. അവിടെ ഹൈഡ്രജൻ ആണെങ്കിലും എഥനോൾ ആണെങ്കിലും ഇലക്ട്രിസിറ്റി ആണെങ്കിലും ഒരു വലിയ വിപ്ലവമായിരിക്കും ഇന്ത്യയിൽ വരാൻ പോകുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമ്മൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാതെ ഇത് ചർച്ച പൂർത്തിയാക്കുക സാധ്യമല്ല. അതുകൊണ്ട് പറയുകയാണ്, ഈ പെട്രോൾ ഡീസൽ വില കുതിച്ചങ്ങ് ഉയർന്ന സമയത്ത് കേന്ദ്ര സർക്കാർ എക്സൈസ് ഡ്യൂട്ടി ഏതാണ്ട് വലിയ കുറവ് വരുത്തിയിരുന്നു. അപ്പോഴും നമ്മുടെ സംസ്ഥാന സർക്കാർ വാറ്റിൻ്റെ കാര്യത്തിൽ കടുംപിടുത്തത്തിൽ തന്നെയായിരുന്നു. അതിനെക്കുറിച്ച് സാറിന് പറയാം. തീർച്ചയായിട്ടും. അതായത് എക്സൈസ് ഡ്യൂട്ടി പൂജ്യമാക്കി എന്ന് പറഞ്ഞാൽ എക്സൈസ് ഡ്യൂട്ടി പരിപൂർണമായിട്ട് പിൻവലിച്ചു. അതായത് കേന്ദ്ര ഗവൺമെന്റിന് കിട്ടിക്കൊണ്ടിരുന്ന 14 രൂപ മുതൽ 18 രൂപ വരെയുള്ള എക്സൈസ് ഡ്യൂട്ടി പരിപൂർണമായിട്ട് പിൻവലിച്ചപ്പോഴും സംസ്ഥാന സർക്കാർ പകുതി പോലും പിൻവലിക്കാൻ തയ്യാറായില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിലോ, കേന്ദ്ര ഗവൺമെന്റ് പിൻവലിച്ച പോലെ പിൻവലിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഒരു 12 മുതൽ 14 വരെ രൂപ കുറയുമായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കർണാടകത്തിലും തമിഴ്നാട്ടിലും യാത്ര ചെയ്തപ്പോൾ കേരളത്തെക്കാൾ 10-12 രൂപ കുറവാണ് അവിടെ ഡീസലിനും പെട്രോളിനും. കേരളത്തിന്റെ അതിർത്തിക്കകത്ത് കയറുമ്പോഴാണ് വിലവർദ്ധനവ്. അപ്പൊ അതും കൂടി കേരളത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. ഈ കേരളത്തിലെയും ഇന്ത്യയുടെ പുറത്തെ വില ചർച്ച ചെയ്യുന്നതിന് പോലെ തന്നെ പാകിസ്ഥാനിലെ വില ചർച്ച ചെയ്യുന്ന പോലെ തന്നെ തമിഴ്നാട്ടിലെ വില ചർച്ച ചെയ്യട്ടെ, കർണാടകത്തിലെ വില ചർച്ച ചെയ്യട്ടെ. അതെന്താ ചെയ്യാത്തെ? പക്ഷേ തോമസ് ഐസക്കും സതീശനും ആ ഒരു മണ്ടത്തരമാണെന്ന് ചെയ്യില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതെ, അവരെ സംബന്ധിച്ചിടത്തോളം വരുമാന മാർഗം എന്ന് പറയുന്നത് ദ്രാവക രൂപത്തിൽ മാത്രമേ വരികയുള്ളൂ. ഒന്നുകിൽ മദ്യം എന്ന ദ്രാവകം, അല്ലെങ്കിൽ ഓയിൽ എന്ന ദ്രാവകം. ഇത് രണ്ടുമല്ലാതെ സ്വന്തമായിട്ട് പണിയെടുക്കാൻ അനുവദിക്കുകയില്ല, പണിയൊട്ട് എടുക്കുകയില്ല. അങ്ങനെയുള്ള മടിയൻ ഗവൺമെന്റുകൾ ഈ സംസ്ഥാനത്തെ തകർത്തതിന്റെ ഫലമാണ് നമ്മൾ ഇത്തരം ചോദ്യമൊക്കെ ചോദിച്ചിരിക്കേണ്ട അവസ്ഥയിലെത്തിയത്. നന്ദി സാർ.